DP 12. With the following data for 60% ആക്ടിവിറ്റി, അപ്പോൾ താഴെ തന്നത് ഏത് ആക്ടിവിറ്റിയുടെയാണ്? 60%. എന്നിട്ട് അവർ ബഡ്ജറ്റ് ചെയ്യാൻ പറയുന്നത് എത്രയൊക്കെയാണ്? 80%ക്കും 100% കപ്പാസിറ്റി. പ്രൊഡക്ഷൻ അറ്റ് 60% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാന്ന് പറഞ്ഞ് 300 ആണ്. അപ്പോൾ അതേ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ഏതാ ബഡ്ജറ്റ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയാം അല്ലേ? ഏതാ? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അല്ലേ? ഇങ്ങനെ യൂണിറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഉണ്ടാക്കുന്ന ബഡ്ജറ്റാണല്ലോ ഫ്ലെക്സിബിൾ. എത്രയൊക്കെ പെർസെൻറ്റേജ് ഉള്ളത്? ഫസ്റ്റ് എത്ര? 60% കപ്പാസിറ്റി. 60% കപ്പാസിറ്റിയിലെ യൂണിറ്റ് അവർ തന്നിട്ടുണ്ട് അല്ലേ? 300 അല്ലേ? അപ്പോൾ 80%ലെയും 100%ലെയും കപ്പാസിറ്റി കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്താം? 300 ഡിവൈഡഡ് ബൈ 60 × 800 എത്ര വരും? 400 യൂണിറ്റ്. പിന്നെ 100 എത്ര വരാം? 400 ഡിവൈഡ് ബൈ 80 × 100 500 യൂണിറ്റ്. സിമ്പിൾ. ദെൻ അപ്പോൾ ഇത് അങ്ങനെയുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചെന്നുള്ളൂ. ഓക്കെ. ദെൻ നമുക്ക് ഓരോ ഐറ്റം എടുക്കാം. ഫസ്റ്റ് ഏതാ? മെറ്റീരിയൽ. ആർക്കറിയാത്ത മെറ്റീരിയൽ? മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മെറ്റീരിയൽ റുപ്പീസ് എത്ര പറയുന്നത്? 100 പെർ യൂണിറ്റ്. നമുക്കറിയാം വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഇനി യൂണിറ്റ് കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയ പരിപാടി കഴിയും. അപ്പോൾ 300 × 100 എത്ര വരും? 30,000 അല്ലേ? 400 × 100 എത്ര വരും? 40,000. കാൽക്കുലേറ്റർ എടുത്തോ? ഭയങ്കര ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻ അല്ലേ? 50,000. എന്തോ പാടേ ഇത്. അടുത്തായിട്ട് ഏതാ? ലേബർ അല്ലേ? ലേബർ എത്ര പറയുന്നു? ₹40 പെർ യൂണിറ്റ് അല്ലേ? വേഗം കാൽക്കുലേറ്റർ എടുത്ത് പറഞ്ഞു. അതിനെടുത്തോ? 300 × 40 എത്ര വരും? ഞാൻ പറയടാ. 12,000. ദെൻ 400 × 40 16,000. ദെൻ 500 × 40 20,000. അടുത്ത ഐറ്റം പറയൂ. എക്സ്പെൻസ് അല്ലേ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായ എക്സ്പെൻസ് ₹10 പെർ യൂണിറ്റ് ആണ്. മൾട്ടിപ്ലൈ ചെയ്തൂടെ? എളുപ്പമല്ലേ? 300 × 10 എത്ര? 3,000. പിന്നെ 4,000. പിന്നെ എത്രയാ? 5,000. സിമ്പിൾ. ഓക്കെ. അടുത്തേതാ? ഫാക്ടറി എക്സ്പെൻസ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫാക്ടറി എക്സ്പെൻസ് റുപ്പീസ് എത്ര പറഞ്ഞത്? 40,000 അല്ലേ? പക്ഷെ അതിൽ എന്തുണ്ട്? ഫിക്സഡ് ഉണ്ട്, വാരിയബിൾ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതിലിങ്ങനെ എന്തെഴുതണം? പറ. ഫിക്സഡ് എത്ര പറയുന്നത്? 40,000ൻ്റെ എത്ര കണ്ടാൽ മതി? 40% എത്ര വരും? 16,000 വരും. ഓക്കെ അല്ലേ? യെസ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 16,000 എല്ലായിടത്തും എഴുതട്ടെ? ബിക്കോസ് ഇറ്റ് ഈസ് ഏതാണ്? ഫിക്സഡ്. അടുത്ത് ഇനി ബി ഒന്ന് ശ്രദ്ധിക്കണേ. വാരിയബിൾ കോസ്റ്റ് കാണുമ്പോൾ എത്ര വരാം? 40,000ൻ്റെ × 60% എത്ര വരും? 24,000. ഇതെവിടെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? 60%. അപ്പം ഞാൻ അടുത്ത 80%ൻ്റെ അഥവാ 400 യൂണിറ്റിൻ്റെയും 500 യൂണിറ്റും എങ്ങനെ കാണാം? നമ്മൾ സാധാരണ ചെയ്യുന്നല്ലേ? 24,000 ഡിവൈഡഡ് ബൈ 300 × 400 എത്ര വരും? എത്ര? 32. ഓക്കെ. അടുത്തത് 24,000 പിന്നെ × 100 അടിച്ചാൽ എത്ര വരും? 40,000. ഓക്കെ അല്ലേ? കാൽക്കുലേഷൻ പറയണ്ടല്ലോ. ഓക്കെ. ദെൻ അപ്പോൾ അത് കഴിഞ്ഞു. ഇത് ഫാക്ടറി എക്സ്പെൻസ് കഴിഞ്ഞു. അടുത്തതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിൽ ഒന്ന് ഡീൽ ചെയ്യണം. ശ്രദ്ധിക്കണം. ഏതാ? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ഇതിൽ ഫിക്സഡും ഉണ്ട്, അതുപോലെ ഏതുണ്ട്? വാരിയബിളും ഉണ്ട്. ഏതെഴുതാം? ഫിക്സഡ് കോസ്റ്റ് എഴുതാം. എത്ര മക്കളെ? ടോട്ടൽ എമൗണ്ട് 30,000 ആണ്. 30,000ൻ്റെ 60% അത് ഫിക്സഡാണ്. എത്ര വരും? എത്ര? 18,000 അല്ലേ? അപ്പോൾ 18 ഇവിടെ എഴുതണം. ഇവിടെ എത്ര തന്നെയാണ്? 18,000 ബിക്കോസ് ഇറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ്. ദെൻ ബി വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 30,000ൻ്റെ എത്രയാ? 40% അല്ലേ? 60 ഫിക്സഡ് ആണെങ്കിൽ റിമൈനിങ് വിൽ ബി വാരിയബിൾ. എത്ര വരും? 12,000. ഇവിടെ എങ്ങനെ കാണാം? 12,000 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു ഏതാണ്? 400 എത്ര വരും? 16. മറ്റടുത്ത് ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു
16,000 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു എത്ര 20. ഇതൊക്കെ കൂടെ ടോട്ടൽ ചെയ്താൽ നമ്മുടെ കോസ്റ്റായി. ടോട്ടൽ കോസ്റ്റ് വേണം ടോട്ടൽ ചെയ്ത് തരും. ടോട്ടൽ കോസ്റ്റ് വേറെ ഒന്നുമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര വരും? $1,15,000. ഓക്കെ, കറക്റ്റ്. ദ നെക്സ്റ്റ് 80%. ചില ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 1,42,000. അടുത്ത് okay, that's all about this particular question. Simple അല്ലേ?